ഇനി കടുവാ ദിനത്തിൽ ആശങ്കയും അത്ഭുതവും ഉണ്ടാക്കുന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണെന്നറിയോ? കടുവയടക്കമുള്ള വന്യജീവികളുടെ സ്വഭാവത്തിലെ അടുത്തിടെ കാര്യമായ മാറ്റം ഉണ്ടാകുന്നു. എങ്ങനെയാ മാറ്റം എന്ന് ചോദിച്ചാൽ മനുഷ്യരോട് ഇടപഴകാനുള്ള പ്രവണത കൂടുന്നു എന്നാണ്. ഒരു പതിറ്റാണ്ടിലേറെ വനം വകുപ്പിനായി കാട്ടിലെ മാറ്റങ്ങൾ ക്യാമറയിൽ പകർത്തുന്ന മലപ്പുറം മഞ്ചേരി സ്വദേശി ശബരി ജാനകി പറയുന്നത് കേൾക്കാം. വനം വകുപ്പിന് വേണ്ടി പതിറ്റാണ്ടിലേറെയായി കാട് പകർത്തുന്ന മലപ്പുറം മഞ്ചേരി സ്വദേശി ശബരി ജാനകിയാണ് നമുക്കൊപ്പം ഉള്ളത്. കടുവ കാട്ടിലെ ഒരു റോയൽ അനിമൽ എന്നാണ് അറിയപ്പെടുന്നത്. ആ റോയൽറ്റി എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു മൃഗമാണല്ലോ. കടുവ ഒരു എലഗൻ്റ് ആനിമലാണ്. അതിനൊരു സ്വന്തമായൊരു അതീശ മേഖല ഉണ്ടാക്കി അതിനകത്ത് ഒരു രാജാവായിട്ട് വാഴുന്ന ഒരു ജീവിയാണ്. പൊതുവെ പറയൽ സിംഹമാണ് കാട്ടിലെ രാജാവ് എന്നാണ്. അങ്ങനെയല്ല. കാട്ടിൽ സിംഹമാണ് രാജാവ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ശരിക്കും അതിൻ്റെ ഒരു ലൈഫിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതിൽ കടുവയ്ക്ക് തന്നെയാണ് കുറേ കൂടി അതിന് ആ പേരിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നത്. അതായത് ആ പേരിന് എന്താ അവകാശി ശരിക്കും കടുവയാണ്. കാട്ടിലൊരു മനുഷ്യനെത്തിയാൽ ആദ്യം അത് തിരിച്ചറിയുന്നത് കടുവയാണെന്ന് പറയാറുണ്ടല്ലോ. അതോടൊപ്പം ഫോട്ടോഗ്രാഫർമാരെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ് ചെയ്ത് നൽകുന്ന ഒരു അനിമൽ കൂടിയാണ് കടുവ എന്ന് പറയുന്നത്. കുറേ ദൂരെ നിന്ന് തന്നെ മനുഷ്യൻ്റെ സാമീപ്യം അത് മനസ്സിലാക്കി ഒന്നെങ്കിൽ മാറിപ്പോവും അല്ലെങ്കിൽ പതുങ്ങിയിരിക്കും. ഇത് രണ്ടാണ് സംഭവിക്കുക. മിക്കവാറും മാറിപ്പോവാറാണുള്ളത്, പക്ഷെ ചിലപ്പോൾ പതുങ്ങിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫർമാരെ സംബന്ധിച്ചിടത്തോളം കടുവ എപ്പോഴും ഒരു പ്രത്യേകതയുള്ള ഒരു ആനിമലാണ്. ഒന്ന് അതിൻ്റെ എലഗൻസ് തന്നെയാണ്. ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കടുവയുടെ ചിത്രത്തിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ. ആ ഒരു റോയൽ പോസും പിന്നെ ആ കളറും പിന്നെ അതിൻ്റെ കണ്ണും പല്ലുകളും ഓരോ ഭാഗവും അതിൻ്റെ മേനി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ സ്ട്രൈപ്സും, ഇനി കൈകളിലേക്ക് വന്നു, കൈകളൊന്ന് പരിശോധിച്ച് നോക്കൂ, അതിൻ്റെ ആ ഒരു കരുത്തും എല്ലാം കൊണ്ടും ഒരു റോയൽ ആനിമലാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആനിമൽ തന്നെയാണ് കടുവ. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷമൊക്കെ കൂടുതൽ വർദ്ധിക്കുന്ന ഒരു കാലമാണ്. അതിൽ കടുവയുടെ സാന്നിധ്യം അടിക്കടി ഉണ്ടാവുന്നു. ഇപ്പോൾ കടുവയൊക്കെ സംബന്ധിച്ചിടത്തോളം കടുവയ്ക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിക്കാനുള്ള പ്രദേശം വേണം. പക്ഷേ നമ്മളുടെ ആധുനിക ജീവിത ശൈലി എന്തായി? നമ്മൾ റിസോർട്ടുകൾ കെട്ടുന്നു, ആളുകൾ കൂടുതൽ കാട്ടിലേക്ക് വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ കോറിയിങ് ഒക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കോറിയിങ് എന്ന് പറയുന്നത് നമുക്ക് കരിങ്കല്ലാണ്. പക്ഷേ ഉത്തരേന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാലോ അവിടെ നമുക്ക് ഈ കൽക്കരി ഖനികളൊക്കെയാണ്. അപ്പോൾ ഇത് ഒത്തിരി നമ്മുടെ കാടിനെ അവർ കവർന്നെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കടുവയുടെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ഒരു കാടിൻ്റെ നിലനിൽപ്പ് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ്. പക്ഷേ ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട, ഞങ്ങളെയൊക്കെ ഒരു 10-15 വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടെ പറയാം. വന്യജീവികളിൽ ചെറിയ രീതിയിലുള്ളൊരു ബിഹേവിയറൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. അതായത് മനുഷ്യരോടുള്ള ഭയം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കൂടെ. അപ്പോൾ ആനകളുടെ കാര്യത്തിലായാലും കടുവയായാലും മറ്റേത് ജീവികളുടെ കാര്യത്തിലായാലും ഇങ്ങനെ മനുഷ്യരോട് ഭയം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വന്യജീവി ആക്റ്റൊക്കെ വളരെ സജീവമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് വന്യജീവികളുടെ വേട്ടയാടലൊക്കെ വളരെ കുറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരോടുള്ള ഭയം കുറച്ച് കുറഞ്ഞത് കൊണ്ടും കൂടി ഒരു പക്ഷേ മനുഷ്യരുടെ അടുത്തേക്ക്, ഇപ്പോൾ മുമ്പൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചാൽ കടുവ വരില്ല, ആന വരില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. പടക്കം പൊട്ടിച്ച ആന വരില്ല എന്ന് പറയും, പക്ഷെ അതൊക്കെ മാറി. അപ്പോൾ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ട്. അതൊക്കെ ശരിക്കും ശാസ്ത്രീയമായി പഠിക്കേണ്ടതാണ്. അതിനെങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളതൊക്കെ ശരിക്കും പഠിച്ച് നമ്മൾ കണ്ടെത്തേണ്ട വിഷയങ്ങളാണ്. കോഴിക്കോട് നിന്നും സമീർ പി മുഹമ്മദ്, മനോരമ ന്യൂസ്.